എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചെറിയ യൂട്യൂബാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഉദ്ഘാടനം എത്തിയതാണ്. മാഡത്തെ സംബന്ധിച്ച് ചോദിക്കാം, എങ്ങനെയുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. നമ്മുടെ തോട്ടം മേഖലയായ ഏലപ്പാറ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ വന്നത് നമ്മുടെ തോട്ടം മേഖലയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇത്രയും ഞങ്ങൾ പരിശ്രമിച്ചേറിയതിനും ശേഷം ഈ മാഡം ഇവിടെ ജോലി ചെയ്തപ്പോഴാണ് ഇത്ര വലിയൊരു നല്ലൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റിയത് അല്ലേ? നമുക്ക് ഒരുപാട് എന്നാ പറയണ്ടേ, ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു വേണ്ടി പുറകെ ഒത്തിരി ഓടി നടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ഭരണസമിതി കയറി പിന്നെ ഞങ്ങൾ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ ഡോക്ടർ എങ്ങനെയുണ്ട്? ഡോക്ടറുടെ സമീപനം എങ്ങനെയുണ്ടായിരുന്നു? ഡോക്ടർ വളരെ നല്ല ഡോക്ടറാണ്. എല്ലാ രോഗികളോടും വളരെ സൗമ്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഡോക്ടർ. എവിടെയാണ് ആ നിയമം ഉള്ളത്? ഏത് ഡോക്യുമെന്റിലാണ് അങ്ങനെ ഒരു നിയമം ഉള്ളത്? തോട്ടം തൊഴിലാളി മേഖലയിൽ സാധാരണക്കാരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ തിങ്ങി പാർക്കുന്ന നമസ്കാരം സാറേ. നമസ്കാരം. നമ്മുടെ ഈ നാട്ടിലൊരു ഹോസ്പിറ്റൽ വലിയ സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമായി. എന്നെ തോന്നുന്നു. എന്ത് സന്തോഷമാണോ? ആണല്ലേ? അപ്പൊ ചേട്ടൻ എന്നാ പറയാനുള്ളത്? നമ്മുടെ ഇവിടെ ഒരു ചേച്ചി, നമുക്ക് ഇവിടെ നമ്മുടെ ദേശത്ത് ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ നല്ല സന്തോഷം അല്ലേ? അവിടെ പീരുമേട് വരെ പോകണ്ടല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ രാത്രി പിള്ളേർക്കായാലും ഞങ്ങൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ ഞങ്ങൾ പീരുമേട് ധരിക്കാൻ പോകുന്നത്. രാത്രിയാണ് ഒരു ഡോക്ടർ നമുക്ക് ആവശ്യമില്ല. ആണല്ലേ? ഇത് ഭയങ്കര സന്തോഷമായില്ലേ? അടുത്തൊരു പേരെന്തായിരുന്നു മേഡം? സുജാത. അപ്പൊ ഇപ്പൊ എവിടെ നിലവിൽ എവിടെ വർക്ക് ചെയ്യുന്നത്? ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നോ? നമ്മുടെ ഏലപ്പാറത്തെ അപ്പുറത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ടായിരിക്കും ചിലപ്പോൾ. മാഡം എവിടെയുള്ള? പുതുതായിട്ട് വന്നാണോ ഇങ്ങോട്ട്? ശരി ശരി. മാഡത്തിനെ പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ സുഹൃത്തും കൂടെയാണ്, നാട്ടുകാരിയാണ്. ഏത് ആവശ്യത്തിനും ഓടി എത്തുന്നതാണ്. ഒരു പ്രഗ്നന്റ് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും സന്തോഷപൂർവ്വം ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നല്ല അനുഭവം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും നാളത്തെ നമ്മുടെ ഒരു പ്രയത്നം? ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത റൂമിലായിരുന്നു ഇരുന്ന് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സൗകര്യം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ടല്ലേ? ആ രീതിയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടുന്ന